നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൊത്തം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അലമാരയോ ഒരു ലോക്കറോ വെക്കാം. വടക്കോട്ട് നോക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ വടക്ക് ദിക്ക് കുബേര ദിക്കാണ്. അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ സമ്പത്ത് വരുമെന്ന് വാസ്തുവിൽ പറയുന്നു. 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. എവിടെയാണ്? നമ്മുടെ പൈസ സൂക്ഷിക്കുന്ന സ്ഥലത്ത്. സമ്പത്ത് സൂക്ഷിക്കാനായിട്ട് എവിടെയാണ് ഒരു സ്ഥലം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പം അവരടുത്ത് പറയും, നിങ്ങളുടെ ക്യാഷും മറ്റുള്ള കാര്യങ്ങളൊക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിൽ എല്ലാം ഈ ഡിജിറ്റൽ മണി ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരു വീടുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് പോലെ ലക്ഷ്മിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഇരിപ്പിടം കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൂടുതൽ കടന്നു വരികയും അത് വർദ്ധിക്കുകയും ചെയ്യും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൊത്തം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു അലമാരയോ ഒരു ലോക്കറോ വെക്കാം. അത് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് എന്താണോ നിങ്ങളുടെ കൈവശം ഉള്ളത് അത് വെക്കാം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ളതും ഹൈറ്റ് ഉള്ളതും തെക്ക് പടിഞ്ഞാറിൽ വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പല വീടുകളിൽ നമ്മൾ ചെറിയ സൈൻ ബോർഡുകൾ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ ഹൈറ്റ് ഉള്ളതും വെയിറ്റ് ഉള്ളതും തെക്ക് പടിഞ്ഞാറ് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ലോക്കറോ ഒരു വലിയ അലമാരയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ട് വയ്ക്കാം. അത് എങ്ങോട്ട് നോക്കി വയ്ക്കാം? അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് വടക്കോട്ട് നോക്കി വയ്ക്കാം. വടക്കോട്ട് നോക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ വടക്ക് ദിക്ക് കുബേര ദിക്കാണ്. അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ സമ്പത്ത് വരുമെന്ന് വാസ്തുവിൽ പറയുന്നു. അപ്പോൾ നമുക്ക് കന്നിമൂലയിൽ വെക്കാം. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു എനർജി വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എനർജി വരട്ടെ, തെക്ക് പടിഞ്ഞാറ് നമുക്ക് സ്റ്റോർ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്കവിടെ എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാഷ് വെക്കുന്ന ഒരു ഡ്രോ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു അലമാരയാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് പല അറകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡ്രസ്സ് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്, ഷർട്ട് തൂക്കിയിടാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിലൊരു അറയിൽ നമ്മൾ ക്യാഷ് വെക്കുക. അതിനകത്ത് ക്യാഷ് മാത്രം വെക്കുക. അതിനകത്ത് മറ്റ് ബില്ലുകളോ അല്ലെങ്കിൽ കണക്കുകളോ ഒന്നും സൂക്ഷിക്കാതെ അതിനകത്ത് ക്യാഷ് വെക്കുക. ആ ക്യാഷിൻ്റെ മണി ഫ്ലോയ്ക്ക് വേണ്ടി നമുക്കതിനകത്ത് ഉപയോഗിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. എവിടെയാണ്? നമ്മുടെ പൈസ സൂക്ഷിക്കുന്ന സ്ഥലത്ത്. അതേപോലെ തന്നെ ചൈനീസ് കോയിൻസ് ഒരു ഗോൾഡും ഒരു കോപ്പറും കൂടെ വയ്ക്കാം. കുബേർ കോയിൻസ് വയ്ക്കാം. ലക്ഷ്മി ഉൾപ്പെടെയുള്ള ഒരു കുബേർ കോയിൻസ് വയ്ക്കാം. അതുപോലെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോണാണ് സിട്രൺ എന്ന് പറയുന്ന സ്റ്റോൺ. ആ സിട്രൻ്റെ സ്റ്റോൺസും നമുക്ക് എവിടെ വയ്ക്കാം? സൗത്ത് വെസ്റ്റ് ക്യാഷ് ബോക്സിൽ വയ്ക്കാം. അതേപോലെ വയ്ക്കാവുന്ന മറ്റൊരു സാധനമാണ് ഇൻഗോട്ട് എന്ന് പറയും. ഇൻഗോട്ട് എന്ന് പറയാൻ സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ടാണ് ഇൻഗോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സിംബൽസുകൾ നമുക്ക് എവിടെ വയ്ക്കാം? ക്യാഷ് ബോക്സിൽ വയ്ക്കാം. അതുപോലെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഏലയ്ക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് ക്യാഷ് ബോക്സിൽ വെക്കുന്നത് നമ്മുടെ മണി ഫ്ലോ കൂട്ടാൻ നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇതിനെ മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇതുമൂലം സാധിക്കും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഏതൊരു വീട്ടിലും ഫെങ്ഷുവിൽ വിശ്വാസമുള്ളവർ ആദ്യം എന്ത് ടൂള് വാങ്ങിക്കണം അല്ലെങ്കിൽ എന്ത് ടൂള് വെക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ: ലാഫിൻ ബുദ്ധ. ലാഫിൻ ബുദ്ധ തന്നെ പല മോഡലുകളിലുണ്ട്. ഇത്തരത്തിലൊരു ട്രാവലിംഗ് ബുദ്ധ നിങ്ങളുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വയ്ക്കാം. അപ്പോൾ അത്തരത്തിൽ സൗകര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ, എന്നാൽ ഇതിൻ്റെ പാദങ്ങൾ വാതിലിലോട്ട് വരാത്ത രീതിയിലും വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ലാഫിൻ ബുദ്ധ വീട്ടിൽ വെച്ചു, അടുത്ത ഏതൊരു ടൂള് വയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ഫ്രോഗ് വയ്ക്കാം. മണി ഫ്രോഗ് വീടിനുള്ളിലേക്ക് നോക്കി ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഭാര്യയും ഭർത്താവും തങ്ങളിൽ ചെറിയ ശാശി കലഹങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും ഇല്ല. അത് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ളൊരു മണ്ടേരിയൻ ഡെക്സ് വയ്ക്കാം. എവിടെ വയ്ക്കും? അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും കാണുന്ന രീതിയിൽ വയ്ക്കാം. നമ്മളെല്ലാവരും വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് കൂടുതൽ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവാനായിട്ട് ഫെങ്ഷുവിൽ എന്ത് ടൂൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം. എവിടെ വയ്ക്കും? സൗത്തിൽ വയ്ക്കും. എങ്ങോട്ട് നോക്കി വയ്ക്കും? വീടിനുള്ളിലോട്ട് നോക്കി വയ്ക്കും. അതല്ലെങ്കിൽ മറ്റൊരിടം പറയാമോ? തീർച്ചയായിട്ടും മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലും ഇതിനെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.